ഹായ്. അപ്പോൾ നമ്മുടെ കണ്ണൂരുകാരുടെ നീണ്ട വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ കണ്ണൂർ സെക്യൂറ സെൻറ്ററിൽ നമ്മുടെ സിനിപോളിസ് ഓപ്പൺ ആയിരിക്കുകയാണ്. സിനിപോളിസ് 2 ആഴ്ചയായി ഓപ്പൺ ആയിട്ട്. അപ്പോൾ നമ്മുടെ മലയാളം സിനിമയൊന്നും അവിടെ ഇതുവരെ ഓപ്പൺ വന്നിട്ടില്ലായിരുന്നു. അപ്പം ഈ ആഴ്ച മുതൽ നമ്മുടെ മലയാള സിനിമയും നമ്മുടെ കണ്ണൂർ താഴെച്ചൊവ്വയിലുള്ള സെക്യൂറ സെൻറ്റർ ഓപ്പൺ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടും നമ്മുടെ കണ്ണൂർ പുതിയതായിട്ട് ഓപ്പണായ സെക്യൂറ സെൻറ്ററിലുള്ള സിനിപോളിസ് തിയേറ്ററിലേക്കാണ്. ഇവിടെ മെയിനായിട്ട് 5 തിയേറ്ററാണുള്ളത്. വിശേഷങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പം നമ്മളിപ്പം നൈറ്റാണ് ഷോ കാണാൻ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് നമ്മുടെ ടൈം ഗ്യാപ്പിനനുസരിച്ച് ഇവിടെ ഷോസ് അവൈലബിൾ ആണ്. ലാസ്റ്റ് ഷോ വരുന്നത് 10:40-25 നമുക്ക് ലാസ്റ്റ് ഷോ വരുന്നത്. അപ്പം നമ്മുടെ ടൈം കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മളങ്ങനെ ഉള്ളിൽ കയറി നേരെ നമ്മൾ 3rd ഫ്ലോറിലെത്തി. നമ്മൾ സിനിപോളിസിൻ്റെ ഫ്ലോറിലെത്തി. നേരത്തെ നമ്മൾ ഈ ഒരു പോസ്റ്റർ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. വർഷങ്ങളായിട്ട് ഈ സെക്യൂർ സെൻറ്റർ തുടങ്ങിയ മുതലുള്ള സിനിപോളിസ് വരുന്നെന്നും അങ്ങനെ തുടങ്ങുന്നു, ഇന്ന് ഓപ്പൺ ആവും, നാളെ ഓപ്പൺ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാത്തിരിപ്പിനൊടുവിലാണ് നമ്മുടെ ഈ ഒരു ഫുഡ് കോർട്ടിൻ്റെ മുകളിൽ നമ്മുടെ സിനിപോളിസ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പം ഇതിന് ആ സമയത്ത് ലൈസൻസിങ്ങിൻ്റെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇത് ഇത്ര ഡിലേ ആവാൻ കാരണമായിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ പാർക്കിങ്ങിൻ്റെയൊക്കെ ചെറിയൊരു പ്രശ്നം ആ സമയത്തുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം പാർക്കിങ്ങൊക്കെ മാറ്റി എല്ലാം ക്ലിയറായിട്ട് ഇപ്പം നമ്മുടെ കണ്ണൂരിൽ സിനിപോളിസ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ മെയിനായിട്ട് 5 തിയേറ്ററാണ് വരുന്നത്. നമുക്കിപ്പം ഈ ഒരു വഴി സ്റ്റെയർ കേസ് കയറിയും വരാം, അല്ലെങ്കിൽ നമുക്ക് നേരെ ലിഫ്റ്റ് വഴി നമുക്ക് ഇങ്ങോട്ട് എത്താനുള്ള ഓപ്ഷനുണ്ട്. നമ്മൾ ഈ നൈറ്റ് ടൈമിൽ തിരിച്ച് പോകുന്ന സമയത്ത് നമുക്ക് ലിഫ്റ്റ് വഴി മാത്രമേ പോകാൻ പറ്റുള്ളൂ. ബാക്കി ഫുൾ ക്ലോസ് ആയിട്ടുണ്ടാവും. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ലിഫ്റ്റ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഇപ്പോൾ ലൈസൻസിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയറായി, പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് എല്ലാം ക്ലിയർ ആയിട്ട് നമ്മുടെ സിനിപോളിസ് ഇപ്പോഴും ഓപ്പൺ ആയിട്ടുള്ളത്. നമുക്കിവിടെ ഓൺലൈൻ വഴിയും ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വേണമെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ബുക്ക് മൈ ഷോയിൽ, കണ്ണൂർ ബുക്ക് മൈ ഷോയിലൊക്കെ നമുക്ക് സിനിപോളിസിൻ്റെ ടിക്കറ്റ്സ് അവൈലബിൾ ആണ്. ഇവിടെ മെയിനായിട്ട് 5 സ്ക്രീൻസാണുള്ളത്. 5 സ്ക്രീൻസും ഒരു ചെറിയ തിയേറ്ററാണ്, ഭയങ്കര വലുതാണെന്നും പറയാൻ പറ്റില്ല. 5 ചെറിയ സ്ക്രീൻസാണുള്ളത്. നമുക്ക് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുന്നെങ്കിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടിക്കറ്റ് കൗണ്ടറിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഇവിടെ ഇപ്പം 5 ഫിലിംസ് കളിക്കുന്നുണ്ട്. എല്ലാ ലാംഗ്വേജ് ഫിലിംസും ഇവിടെ അവൈലബിൾ ആണ്. നമുക്ക് തമിഴ്, മലയാളമുണ്ട്, ഇംഗ്ലീഷുണ്ട്, ഹിന്ദി ലാംഗ്വേജ് ഫിലിംസ് നമുക്കിപ്പം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ വരുന്നവരും മാക്സിമം നമ്മൾ ബുക്ക് ചെയ്തിട്ട് തന്നെ വരാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇവിടെ ചില സമയത്ത് ടിക്കറ്റ്സ് വന്നു കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കില്ല. നമുക്ക് ഇവിടുന്ന് ഫിസിക്കൽ ടിക്കറ്റോ അല്ലെങ്കിൽ മൊബൈലിൽ നമുക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്ത് നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നതാണ്. ഇതാണ് നമ്മുടെ തിയേറ്റേഴ്സ് വരുന്നത്. ഫസ്റ്റ് തിയേറ്റർ നമ്മൾ കയറുന്നതിൻ്റെ തന്നെ റൈറ്റ് സൈഡിൽ തന്നെയാണ്. പിന്നെ നമുക്ക് അതിൻ്റെ സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ പുറത്ത് ഒരു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നോക്കി എങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്ന മാറ്റാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് ഫുഡ് കോർട്ട്സ് അവൈലബിൾ ആണ്. ഇവിടെ ഫുഡ് നമുക്ക് ഇൻസൈഡ് ഫുഡ് മാത്രമേ അവൈലബിൾ ഉള്ളൂ, പുറത്തുനിന്നുള്ള ഫുഡും കാര്യങ്ങളൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അപ്പം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ വേണ്ട ആൾക്കാർ ഇവിടെ നിന്ന് തന്നെ വാങ്ങിക്കണം. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. സിനിപോളിസ് എന്ന് പറയുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് നമ്മുടെ സീറ്റിൻ്റെ അടുത്ത് വേണമെങ്കിൽ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഡെലിവറി ചെയ്ത് തരും. നമുക്കിവിടെ ഓർഡർ ചെയ്തിട്ട് പോവാം. നമുക്ക് ഇടയ്ക്ക് ഒരു ഓർഡർ എടുക്കാൻ വേണ്ടി നമ്മുടെ സീറ്റിൻ്റെ ഇടയ്ക്ക് കൂടെ തന്നെ വരും. നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ ഡ്രിങ്ക്സോ കേക്ക്സോ എന്താണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വരുന്ന 2 തിയേറ്റർ ഇവിടെയാണ് വരുന്നത്. 4ഉം 5ഉം വരുന്നത് ഈ ഒരു ഇതിലാണ് വരുന്നത്. തിയേറ്റർ 4, OD 4 ആൻഡ് OD 5 ഇവിടെയാണ് വരുന്നത്. പിന്നെ 2 അപ്പുറത്തെ സൈഡിലാണ് വരുന്നത്. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. താഴെ വരെ നമ്മുടെ സെക്യൂർ സെൻറ്ററിൻ്റെ താഴെ വരെയുള്ള വ്യൂ നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതാണ്. നല്ലൊരു പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നല്ലൊരു ആംബിയൻസ് ഈ ഒരു വോക്ക് വേ പോലത്തെ ഈ ഒരു പാസേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സൈഡും ഗ്ലാസ്സൊക്കെ ആയിട്ട് നല്ലൊരു ഏരിയയാണ്. പിന്നെ നമുക്കിവിടെ ഫ്രീ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട്. നമുക്ക് അവിടെ ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പം വെള്ളം കുടിക്കുന്നവർക്ക് ബോട്ടിലും കാര്യങ്ങളും എടുത്തിട്ട് വരേണ്ട ആവശ്യമില്ല. ഇവിടുന്ന് പേ ചെയ്ത് വാങ്ങിക്കണമെന്നില്ല. നമുക്കിവിടെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഫ്രീ ഡ്രിങ്കിങ് വാട്ടർ നമുക്ക് അവൈലബിൾ ആണ്. എയർപോർട്ടിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സെറ്റപ്പാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ ഇത് നമ്മളിപ്പോൾ കണ്ടത് നമ്മുടെ താഴെ നമ്മൾ കയറി വരുന്ന ഒരു വ്യൂ ആണിത്. ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് കളിക്കുന്നത് നമ്മുടെ ദാവീദ് കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രോമാൻസ് ഫിലിം കളിക്കുന്നുണ്ട്. പിന്നെ
പിന്നെ ഹിന്ദി സിനിമ ഉണ്ട്, വേറൊരു സിനിമ ഹിന്ദി സിനിമയുണ്ട്, ഒരു ഇംഗ്ലീഷ് സിനിമ ഇപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രീ ഡ്രിങ്കിങ് വാട്ടർ ഓപ്ഷൻ. നമുക്ക് ഇവിടുന്ന് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടുന്ന് ബോട്ടിലൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു മെഷീനിൽ നിന്ന് കുടിക്കാൻ പറ്റുന്നതാണ്. എയർപോർട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഫെസിലിറ്റി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്ത് പറയേണ്ടത് നമ്മുടെ മെയിനായിട്ട് കാണുന്ന ആ ഒരു കഫേയുടെ കൂടെ തന്നെ വേറൊരു കഫേ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ സ്കിൻ 2. ഇവിടെ ഇപ്പോൾ നമുക്ക് കോഫി ട്രീ എന്നൊരു കഫേ കൂടി നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റുന്നതാണ്. കേക്ക്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പം ഇവർ നമുക്ക് ഡെലിവറി ചെയ്യും. ഉള്ളിൽ നമുക്ക് ഹോട്ട് കോഫി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവർ വേണമെങ്കിൽ ഉള്ളിൽ ഡെലിവറി ചെയ്യും. കോൾഡ് ബിവറേജ് ഉണ്ട്, മുഞ്ചീസ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഡെസേർട്ട്സ് ഉണ്ട്, ഓൾ ടൈം ഫേവറേറ്റ്സ് ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ഇവർ ഉള്ളിൽ നമുക്ക് ഡെലിവറി ചെയ്ത് തരുന്നതാണ്. നമുക്ക് ഇടയ്ക്ക് വേണോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് വരുന്നുണ്ട്. സീറ്റിൽ നമുക്ക് ഒരു ഓർഡർ എടുക്കാൻ വരും. നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് വേണമെങ്കിൽ ഉള്ളിലോട്ട് കയറി പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം കയറുവാണ്. നമ്മളിപ്പോൾ തിയേറ്റർ 4ലാണ് കയറുന്നത്. ബ്രൊമാൻസാണ് ഫിലിമുള്ളത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആഡും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആഡ്സ് ഒന്നും വന്നു തുടങ്ങില്ല. അതുകൊണ്ട് ഇപ്പോൾ പഴയ മൂവി ട്രെയിലേഴ്സൊക്കെയാണ് നമുക്കിപ്പം ഇവർ ബ്രേക്ക് ടൈമിൽ നമുക്ക് കാണിക്കുന്നത്. ഇതാണ് സീറ്റിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ്. മിഡിലായിട്ടൊരു പോർഷൻ ഉണ്ട്, രണ്ട് സൈഡിലും സെപ്പറേറ്റ് പോർഷൻ ഉണ്ട്. പിന്നെ ഏറ്റവും ബാക്കിലൊരു റോ സീറ്റ് ഉണ്ട്, നടുക്കൊരു സ്പേസ് ഗ്യാപ്പ് വരുന്നുണ്ട്. ഈ രണ്ട് മിഡിലൊരു ലോങ് റോ ഉണ്ട്, രണ്ട് സൈഡിലും ചെറിയ റോസും കാരണം നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് പഴയ മൂവി ട്രെയിലേഴ്സൊക്കെയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. ഈ റോയുടെ ബാക്കിൽ ഒരു ചെറിയൊരു റോയും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. അവിടെ സീറ്റിൻ്റെ എണ്ണം കുറവാണ്. ഇത് മിഡിൽ റോയാണ് ഈ വരുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പം കണ്ണൂർ വരുന്നവർക്ക് എന്താണെങ്കിലും ഇനി വന്ന് ഫിലിം കാണാൻ പറ്റുന്ന നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ സിനിപോളിസ്. അപ്പം എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് ബുക്ക് മൈ ഷോ വഴി അല്ലെങ്കിൽ ഓൺലൈൻ വന്നിട്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം